ഹലോ ബഡീസ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരുപാട് കൂട്ടുകാർക്ക് അപ്പം തന്നെ തിരിച്ചറിയാൻ സാധിക്കും. കാരണം ഈ വീഡിയോയിലെ ഒരു വ്യക്തിയെ ഒരുപാട് പേര് പല വീഡിയോസിലായിട്ട് പല വ്ളോഗിലൊക്കെ ആയിട്ട് കണ്ടുപരിച്ചുള്ള ഒരാളാണ്. യെസ്, ആ വ്യക്തി അതാണ് നമ്മുടെ വൈദ്യർ. അപ്പോൾ വൈദ്യരെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് പറയേണ്ട ഒരു കാര്യമില്ല. എല്ലാവർക്കും വളരെ കൃത്യമായ ധാരണയുണ്ട്. വൈദ്യരുടെ കട എന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നല്ല പോലെ ഡീറ്റെയിൽസ് എല്ലാ കൂട്ടുകാർക്കും അറിയാൻ സാധിക്കും. അതെ, നമ്മുടെ സ്വന്തം വൈദ്യരുടെ കടയിലേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഞാനും കുറച്ച് മുട്ടകൾ, പലതരത്തിലുള്ള മുട്ടകൾ, കാടമുട്ട, താറാമുട്ട, കോഴിമുട്ട, വൈദ്യരുടെ ആ ചമ്മന്തിക്കൂട്ട്, ആ രഹസ്യക്കൂട്ടിലെ മുട്ടയിൽ പുരട്ടി കഴിക്കുക, അത് കഴിക്കാനാണ് ഇവിടെ ധാരാളം വ്യക്തികൾ വന്നുകൊണ്ടിരിക്കുന്നത്. വൈദ്യരെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ചില വ്യക്തികളെങ്കിലും വൈദ്യരെക്കുറിച്ച് അറിയാത്ത വ്യക്തികളുണ്ടാകും. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. ഇവിടെ വൈദ്യരെ സ്പെഷ്യൽ കാന്താരിക്കൂട്ട്, അല്ലെങ്കിൽ ഒരു കാന്താരി ചമ്മന്തി, അല്ലെങ്കിൽ ഇതിനെ വേറൊരു പേര് പറയാം ഇഷ്ടവർഗ കാന്താരിക്കൂട്ട്, അങ്ങനെ പലതരത്തിലും പറഞ്ഞാൽ സംഭവമൊക്കെ ഒരു ഐറ്റംസ് തന്നെയാണ്. എന്തായാലും ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. വൈദ്യർ വീട്ടിൽ നിന്ന് സ്പെഷ്യലായിട്ട് വൈദ്യരുടേതായ കൂട്ട് ചേർത്തുണ്ടാകുന്ന ഒരു ചമ്മന്തി, ഒരു കാന്താരി മുളകിൻ്റെ ഒരു ചമ്മന്തി. ആ ചമ്മന്തിയിൽ വൈദ്യരുടെ ഐറ്റംസൊക്കെ ചേർത്തിട്ടുണ്ട്. അതിനകത്ത് ആ ചമ്മന്തി നമ്മുടെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട, താറാവുണ്ട്, കാടയുണ്ട്, കോഴിയുണ്ട്. അപ്പോൾ അതിനെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയെ രണ്ടായി ആക്കി അതിനകത്ത് ഒരല്പം പരട്ടി തന്നു കഴിഞ്ഞാൽ ആ കഴിക്കുമ്പോൾ ഒരു ഫീല്. അപ്പോൾ ഈ കാന്താരിക്കൂട്ട് കഴിക്കാൻ ഒരുപാട് പേരോട് വരുന്നുണ്ട്. അപ്പോൾ വരുമ്പോൾ ഇതിനോടൊപ്പം തന്നെ നല്ല നറുനീണ്ടി സർബത്തുണ്ട്, സംഭാരമുണ്ട്, കൂടാതെ പലതരത്തിലുള്ള മിഠായികളുണ്ട്. അപ്പോൾ ചിലർ മുട്ട കഴിക്കുന്നതിന് മുമ്പ് തന്നെ സർബത്ത് ഓർഡർ ചെയ്തത് വാങ്ങി വെച്ചതിന് ശേഷം മുട്ട കഴിക്കും. ചിലവർക്ക് ഒരുപാട് ഇഷ്ടമാവില്ല, ചിലവർക്ക് കഴിക്കാൻ പറ്റാതെ വരുമ്പോൾ സർബത്ത് വാങ്ങിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും കഴിക്കുന്നവരുണ്ട്. എന്തായാലും ഒരിക്കലെങ്കിലും ഇതെല്ലാവരും വാങ്ങി ട്രൈ ചെയ്യണമെന്നാണ് ഞാൻ പറയുള്ളൂ. എനിവേ എന്തായാലും ഞാൻ കഴിച്ചു, എനിക്കിഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി സംഭവം. അപ്പോൾ ഈ മുട്ട, ഈ കാന്താരിക്കൂട്ട് തേച്ച ഈ മുട്ട കഴിക്കാനായിട്ട് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഉച്ചതിരിഞ്ഞിട്ടാണ് എല്ലാവരും വരുന്നത്. അതുപോലെ തന്നെ ഇനി ഈ റൂട്ട് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ വെറുതെ മാപ്പ് എടുത്ത് വൈദ്യരുടെ കട എന്ന് അടിച്ചു കൊടുത്താൽ കറക്റ്റ് ഗൂഗിൾ ലൊക്കേഷനിലുണ്ട്. ഇനി അറിയാത്തവർക്കായിട്ട് നമ്മൾ ലൊക്കേഷൻ നമ്മുടെ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ലൊക്കേഷൻ അറിയാത്തവർക്കായിട്ട് പറൂര് കൊടുങ്ങല്ലൂർ റൂട്ടിൽ ചേന്നമംഗലം കരിപ്പാടം ആണ് ഈ സ്ഥലം. അത് ഗൂഗിൾ മാപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. വളരെ ഫേമസ് ആയൊരു കടയാണ്. അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാത്തവർ ഒരിക്കലെങ്കിലും വന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അടുത്ത വീഡിയോയുമായി കാണും വരെ നന്ദി, നമസ്കാരം, ബായ്.